നമുക്ക് ആദർശിന്റെ നയനയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നന്ദുവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ പാളിക്കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ എന്ത് ചെയ്തു? അടുത്ത തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. ഇനി ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അതുമാത്രമല്ല, അവന്തിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മോളെ, നീ നിന്റെ മുത്തശ്ശനുണ്ടല്ലോ മൂർത്തി, അയാളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹത്തിനുള്ള വേണ്ടുന്ന ഒരുക്കങ്ങൾ നമുക്ക് നടത്തണം. ഇനിയിപ്പം അനന്തപൂർത്തിയായിട്ട് ഏറ്റുമുട്ടാനായിട്ട് അധികം നാളൊന്നും ഉണ്ടാകത്തില്ല. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ നടക്കണം. നിനക്കറിയാലോ, നാഗേന്ദ്രൻ അറിയാം താനാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള കാര്യം. അധികം വൈകാതെ തന്നെ ഈ പറയുന്ന അനന്തമൂർത്തി അറിയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ തന്റെ മോളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. ഒരുപക്ഷെ അവന്തികയ്ക്ക് അനിയെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ അതിനു മുമ്പ് അനി അവന്തികയും തമ്മിലുള്ള വിവാഹം നടത്തുവാണെങ്കിൽ അതാണല്ലോ നല്ല കാര്യം. അപ്പൊ അതിനിപ്പോ അധികം വൈകിപ്പിച്ചുകൂടാ. അങ്ങനെ അവന്തികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവന്തിക പിന്നീട് മുത്തശ്ശനെ പോയി കാണുവാണ്. മുത്തശ്ശനെ പോയി കണ്ട് മുത്തശ്ശനോട് കാര്യങ്ങൾ പറയണം. മുത്തശ്ശ, അനിയേട്ടൻ എന്നോട് താല്പര്യമില്ല. അത് മാത്രല്ല, ആ നന്ദുവിനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുമുണ്ട്. നന്ദുവായിട്ടാണ് ഇപ്പോഴും. ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് വേറൊരു വിവാഹം നടക്കാൻ പോകുന്നില്ല. അനിയേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ എനിക്കിനി ഒരു വിവാഹ ജീവിതം ഇല്ല. ആദ്യം മുത്തശ്ശൻ നവീൻ എന്നെ ആലോചിച്ചു. എനിക്ക് സമ്മതമായിരുന്നു. മുത്തശ്ശന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുവന്നു. പക്ഷെ അത് നടന്നില്ല. ഇപ്പൊ വീണ്ടും ഇങ്ങനൊരു ആലോചന. ഇനി ഇതും കൂടെ നടന്നിട്ടില്ലെങ്കിൽ എനിക്കിനി വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അവന്തികയുടെ ഒരു തന്ത്രമാണെന്ന് മുത്തശ്ശന് മനസ്സിലായില്ല. മുത്തശ്ശൻ അവന്തിയെ വിശ്വസിച്ചു. കാരണം ഇവളുടെ സ്വഭാവത്തിന് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. പഴയതുപടിയൊന്നും അല്ല. അപ്പം ഇനിയിപ്പൊ അനിയും ഇവളും കൂടെ തമ്മിൽ ഒന്നാവണം. അങ്ങനെ മുത്തശ്ശൻ എന്ത് ചെയ്തു? ഒടുവില് ജാനികയും അജയനെയും അവരെയൊക്കെ ദേവേന്റെ അടുത്തേക്കൊക്കെ ചെന്നു. എന്നിട്ട് മുത്തശ്ശൻ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയണേ. ഇനിയിപ്പം അധികം താമസിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഒത്തിരി വൈകാതെ തന്നെ അവന്തികയുടെയും അനിയുടെയും കൂടെ എൻഗേജ്മെന്റ് നടത്തണം. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ നടത്തണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അടുത്ത ആഴ്ച നടത്താനോ? അച്ഛനെന്താച്ചാ ഇങ്ങനെ പറയണേ? അടുത്ത ആഴ്ച എന്ന് പറയുമ്പോ അധിക ദിവസമില്ലല്ലോ. അതിനിപ്പോ എന്താ, നമ്മള് കുടുംബക്കാര് മാത്രം മതി. അതിന് അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടന്നിട്ടില്ലല്ലോ എന്ന് അജയൻ പറഞ്ഞു. അതിന്റെ ആ കാര്യമൊന്നുമില്ല. എൻഗേജ്മെന്റ് നടത്തി വെക്കാം. എൻഗേജ്മെന്റ് നടത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം മതി. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നാലും അച്ഛാ, ഇത്ര ഇടപെടിന്ന് വേണോ എന്ന് ദേവേനി ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, വേണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അതിന് അനി ഇതുവരെയായിട്ട് സമ്മതം പറഞ്ഞിട്ടില്ലല്ലോ. അവനെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കണം. അല്ലേലും അവന്റെ ഇഷ്ടത്തിന് ഇനി വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടേതായ ഇഷ്ടത്തിന് വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. കല്യാണം താമസിച്ച് മതി, പക്ഷെ എൻഗേജ്മെന്റ് നടത്തി വെക്കണം. ഇനിയിപ്പൊ അതിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, അനി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനി ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുക. അവന് ഇട്ടും താല്പര്യമില്ലാത്ത പോലെ. ജാനകി പറഞ്ഞു, അവന്റെ മനസ്സിൽ അവളായിരിക്കും, ആ നന്ദു എന്ന് പറയുന്നവള്. ആ ബന്ധം എന്താളും നടക്കാൻ പോകുന്നില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടേ നടക്കില്ല. ദേ അജയേട്ടാ, അവൻ എന്തേലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ആ സമയത്ത് അവന്റെ ഭാഗത്ത് നിന്നാ ഉണ്ടല്ലോ, നമ്മുടെ മോന്റെ ജീവിതം താറുമാറായി പോവും. അജയേട്ടനല്ലെങ്കിലും മോന്റെ ഭക്ഷണം പിടിക്കുന്നൊരു സ്വഭാവമുണ്ട്. അതിന് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. അജയൻ പറഞ്ഞു, എടി, കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനവന്റെ സ്വന്തം ഇഷ്ടങ്ങളല്ലേ. സ്വന്തം ഇഷ്ടം കുറച്ചൊക്കെ നമ്മൾ നോക്കണ്ടേ. നമ്മൾ അവനെ നിർബന്ധിച്ച് അങ്ങനെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമാണോ? ഓ, അപ്പൊ അജയേട്ടനും അവന്റെ ഭക്ഷത്തല്ലേ? ദേ, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ബന്ധം ഞാൻ നടത്തും. അച്ഛനെൻ്റെയോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ നടത്തും. അതിനൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, ഇദ്ദേഹത്തിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വസുന്ധരെ? അതെ, ഇത്ര എടുപടിന്ന് വേണമായിരുന്നോ? ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ പോരായിരുന്നോ? ഒരാഴ്ചക്കുള്ളിൽ എൻഗേജ്മെന്റ് നടത്താന്ന് പറഞ്ഞാല് അനിയുടെ സമ്മതം പോലും ചോദിച്ചിട്ടില്ല. അനിക്ക് സമ്മതമല്ലെന്നുള്ള കാര്യം അവൻ ആദ്യമേ പറഞ്ഞു. അവൻ പെങ്ങളെ പോലെയാണ് അവളെ കാണുന്നതെന്ന്. അതിന്റെ സമയത്ത് അതെ, ഇദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കുമോ എനിക്ക്? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇദ്ദേഹം ഇപ്പൊ തീരുമാനം മാറ്റണം. ഇടപെടിയൊന്നും വേണ്ട. അവന്റെ സമ്മതം കൂടെ ചോദിച്ചിട്ട് മതി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന് സങ്കടവും ദേഷ്യമായി. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതെ,
ഇവിടെ എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, അതിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ ഇഷ്ടങ്ങള് മാത്രമല്ല ഞാൻ നോക്കുന്നത്, ജാനകിയുടെ. അറിയാലോ, ജാനകി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നന്ദുവായിട്ടുള്ള വിവാഹത്തിന് ഒരു കാരണവശാലും അവള് സമ്മതിക്കാൻ പോകുന്നില്ല. അനിയുടെ മനസ്സിൽ ഇനിയിപ്പം നന്ദു ആണെങ്കിൽ അത് നടക്കുവോ വസുന്ധരെ? വെറുതെ എന്തിനാ ഇനിയിപ്പം നമ്മള് അതിനെക്കുറിച്ച് പറഞ്ഞ് വെറുതെ മുഷിയേണ്ട കാര്യമുണ്ടോ? വസുന്ധര മുത്തശ്ശിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് ജാനകി അനിയുടെ അടുത്തേക്ക് വന്നു. അനിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ ദേ ഈ ആഴ്ച നിന്റെ എൻഗേജ്മെന്റ് നടത്താനായിട്ടാ മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻഗേജ്മെന്റോ? എന്റെയോ? അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ഓഹോ, അപ്പം നിനക്ക് സമ്മതമല്ലല്ലേ? അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഈ എൻഗേജ്മെന്റിന്റെ എന്നെ നടത്താൻ പറ്റില്ല. അത് മാത്രല്ല, എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ല. അവന്തികെ, അമ്മയ്ക്ക് ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചു. ജാനകി പറഞ്ഞു, നിന്റെ മുത്തശ്ശനാ തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിന് ഇനിയിപ്പോ ഒരു മാറ്റമില്ല. മുത്തശ്ശനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഈ കാര്യത്തിൽ ഞാൻ എന്റെ തീരുമാനത്തിന് പ്രാധാന്യം കൽപ്പിക്കണേന്ന് പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്തു? ജാനകി പോയി മൂർത്തി മുത്തശ്ശനോട് പരാതി പറഞ്ഞു. അവ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവന്തിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവന്റെ നോക്കിക്കഴിഞ്ഞപ്പത്തിന് ഒരാഴ്ചക്കുള്ളിൽ എൻഗേജ്മെന്റ്. രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ തന്നെ നാഗേന്ദ്രനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒരാഴ്ചക്കുള്ളിൽ എൻഗേജ്മെന്റ് നടത്തണം എന്നൊക്കെയാണ് ഇവിടെ മുത്തശ്ശൻ പറയണേ. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണ് നല്ല കാര്യം മോളെ, എത്രയും പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്തട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അനാമികയുടെ കാര്യം, അവളുമായിട്ടുള്ള ഡിവോഴ്സ്, അത് ഞാൻ സെറ്റ് ചെയ്തോളാം. അവൾ അവന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പോരെ, അതിനി അധികം വൈകാതെ തന്നെ ഉണ്ടാവും മോളെ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. മോൾ ആ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അവന്തിക്ക് ആ ഒരു സന്തോഷത്തിലായിരുന്നു. പക്ഷേങ്കില് അനിയ അമ്പിനും വില്ലിനും അടുത്തില്ല. ഒടുവില് മുത്തശ്ശന് അനിയെ വിളിച്ചു. അനിയെ വിളിച്ചു കഴിഞ്ഞപ്പത്തിനും ജയനും അജയനും എല്ലാരും വന്നു, വീട്ടിലുള്ള എല്ലാരും വന്നു. വന്നു കഴിഞ്ഞ് മുത്തശ്ശൻ അനിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അനി പറഞ്ഞു, മുത്തശ്ശ, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. ഇതിനു മുമ്പ് അനാമിക എന്ന് പറയുന്ന ഒരുത്തിയെ ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട്. എന്നിട്ട് എന്തായി? എന്റെ ജീവിതം തകർന്നുപോയി. പക്ഷെ ഇനി അങ്ങനെ ഒരു പരീക്ഷണം നടത്താനായിട്ട് എന്നെ കൊണ്ട് ഒരുക്കമല്ലാന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അനി, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണം. അറിയാലോ, അവധിക നല്ല കുട്ടിയാ, അവൾക്ക് എന്താ കുഴപ്പമുള്ളത്? മുത്തശ്ശ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്കൊരു കല്യാണം വേണ്ട. ഒരു കല്യാണത്തിനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാന്. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മൂർത്തി ജ്വല്ലർ കരയെ കെട്ടിക്കൊണ്ട് വരിക. മുത്തശ്ശൻ പറഞ്ഞു, അതിന് സമയമുണ്ടല്ലോ, എൻഗേജ്മെന്റ് നടത്തിയാൽ മതി, കല്യാണം നടത്തുമെന്ന് ഞാൻ പറയണല്ലോ, പിന്നെ കല്യാണം നടത്തിയാൽ മതി. അനി പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല, എനിക്ക് അവളെ ആ ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അനി, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, ആരൊക്കെ തീരുമാനിച്ചാലും ശരി, ഈ കാര്യത്തില് എനിക്കിനി ഇപ്പൊ എന്റേതായ തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞ് അനി പോയി. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ലത്. കാരണം മുത്തശ്ശനോടൊന്നും അങ്ങനെ പറയുന്നതിനല്ല അനി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അനിയുടെ അവസ്ഥ അതാണ്. ഇതിന് മുമ്പ് എല്ലാവരും കൂടെ നിർബന്ധിച്ചൊരു കല്യാണത്തിലേക്ക് കൊണ്ട് ചാടിച്ചു അനാമിക. എന്നിട്ട് ഒടുവിൽ എന്തായി? അവളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നല്ലോ. അതുപോലെ തന്നെയാണ് അവന്തിക. അതിനേക്കാളും ഒരിത്തിരിയും കൂടെ ഡോസ് കൂടിയതാന്നുള്ളൂ. ആ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ നല്ലൊരു ടെൻഷനായിരുന്നു ഈ സമയത്ത്. എനിക്ക് താല്പര്യമില്ല എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന്തിക അറിഞ്ഞു. അവന്തിക്ക് സങ്കടമായി. അവന്തിയെ കരഞ്ഞുകൊണ്ട് ജാനകിയുടെ അടുത്ത് നിന്ന് സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്റെ ജീവിതത്തിൽ വേറൊരു പുരുഷൻ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. ജാനകി പറഞ്ഞു, മോള് വിഷമിക്കണ്ട, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. നിന്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവന്തിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഒടുവില് അവന്തിക നാഗേന്ദ്രന്റെ അടുത്ത് വീണ്ടും ചെന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവ സമ്മതമല്ലെന്നാ പറയണേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞാനില്ലെന്ന് കൂട്ടിയാൽ മതി. നാഗേന്ദ്രൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അവന്റെ മനസ്സിൽ അവളായിരിക്കും ആ നന്ദു എന്ന് പറയുന്നവള്. അതെന്താണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. മോള് ധൈര്യമായിട്ടിരിക്കുക. ഒരു തവണ അവൾ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി, പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആദർശ് നാഗേന്ദ്രനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. അയാൾ എവിടെയുണ്ടെങ്കിലും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കണം എന്ന് ഒരേ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇന്റർനാഷണൽ ഡിസൈൻ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പം മാളവിയോട് കുറെ കാര്യങ്ങളൊക്കെ ഡേവിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം, ഈ തവണ നമുക്ക് ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഫസ്റ്റ് കിട്ടുവാണെങ്കിലും നമ്മുടെ ഗ്രാഫ് മുകളിലേക്ക് ഉയരും എന്നൊക്കെ. മാളവിക്ക് അറിയാലോ എന്താണെങ്കിലും ജയിക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം. നയനെ എങ്ങനെ അതിനു വേണ്ടി ഡിസൈന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡിസൈൻ ഫെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം.
അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയാണ്. അങ്ങനെ ഫെസ്റ്റിന്റെ ദിവസം എത്തി കഴിഞ്ഞപ്പോഴത്തേനും നയന പോകുന്നുണ്ട്. മുത്തശ്ശനെ വിളിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി മുത്തശ്ശിയുടെ എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത്. ഈ സമയം നാഗേന്ദ്രന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. നാഗേന്ദ്രന് ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഈ ഫെസ്റ്റ് എങ്ങാനും തോറ്റുപോവോ? പക്ഷെ അതിന് എന്ത് വേണമെങ്കിലും ചെയ്യണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. പക്ഷേങ്കില് ഈ പറയുന്ന നാഗേന്ദ്രനും കൂട്ടരും അവര് വെറുതെ ഇരിക്കില്ലെന്ന് കാണുന്ന കാര്യം മുത്തശ്ശൻ അറിയാം. കാരണം ഇതിനു മുമ്പ് ആദർശന്റെ കാര്യത്തില് ആ ഡീൽ ഉറപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ച അതേ ദുരിതം ചിലപ്പോൾ നയനയ്ക്ക് സംഭവിക്കും. അതുകൊണ്ട് നയനയ്ക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷനൊക്കെ മുത്തശ്ശൻ നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും നയനയ്ക്ക് ഒന്നും സംഭവിച്ചുകൂടാ. അങ്ങനെ ഡിസൈൻ ഫെസ്റ്റും കാര്യങ്ങളും വന്നു. ആ ഫെസ്റ്റിന് എല്ലാ റൗണ്ടിലും നയന തന്നെയാണ് വിജയിക്കുന്നത്. അത് നാഗേന്ദ്രന് വലിയ അടിയായിരുന്നു. കാരണം ഈ പറയുന്ന മാളവിക്ക് ഡിസൈൻ വരച്ചു കൊടുക്കുന്ന ആള് നയനയാണല്ലോ. അങ്ങനെ ആ ഫെസ്റ്റില് നയന ജയിച്ചു. മൂർത്തി ജ്വല്ലറി ആ ഫെസ്റ്റ് അങ്ങോട്ട് നോക്കി. എന്താണെങ്കിലും വല്ലാത്തൊരു അടിയായി പോയി നാഗേന്ദ്രന് ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ നാഗേന്ദ്രന് സംശയമായി. എന്തൊക്കെയോ തന്റെ ജ്വല്ലറിക്കകത്ത് നടക്കുന്നുണ്ട്. എന്താ ഏതാന്ന് അറിയത്തില്ല. ആരോ ചതിക്കാനായിട്ട് കൂട്ടു നിൽക്കുന്നുണ്ടെന്നൊരു തോന്നല്. അല്ലെങ്കിൽ പിന്നെ ഇത്ര ഇതായിട്ട് ഉയർന്നു വന്നിരുന്ന ജ്വല്ലറിയുടെ ഗ്രാഫ് പെട്ടെന്ന് താഴുവോ? മൂർത്തി ജ്വല്ലറിയുടെ ഗ്രാഫ് ഉയർന്നു പോയിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോ അധികം വൈകാതെ തനിക്കും മേലെ മൂർത്തി ജ്വല്ലറി ഉയർന്നു വരും എന്നുള്ള കാര്യം നാഗേന്ദ്രനെ മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് ആദർശ് നാഗേന്ദ്രനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. ഒടുവില് നാഗേന്ദ്രൻ ആരാ എന്താ ഏതാന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അതിനി അധിക ദിവസമില്ല. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന്തികയുടെ അനിയുടെയും കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഹനിയുടെ ഇഷ്ടങ്ങൾക്കായിരിക്കും ഇനിയിപ്പോ പ്രാധാന്യം വരാനായിട്ട് പോകുന്നത്. അവന്തികയെ പോലുള്ള കള്ളിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും അധികം വൈകാതെ. അതിനി എന്താണെങ്കിലും വരുന്ന ദിവസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.